മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM വാദിക്കുമ്പോഴാണ് ബിനോയ് വിശ്വം എല്ലാം കുഴപ്പത്തിലാക്കിയത്. വീണ വിജയനെ പിന്തുണയ്ക്കേണ്ട ആവശ്യം CPIക്കില്ല എന്നായിരുന്നു ബിനോയ് വിശ്വം തുറന്നടിച്ചത്. പിന്നാലെ മറുപടിയുമെത്തി. ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPMന്റെ അറിവോടെയാണ് വി ശിവൻകുട്ടിയുടെ മറുപടി എന്നാണ് സൂചന. ഇടതുമുന്നണി തീരുമാനങ്ങളുടെ ഗുണഭോക്താക്കളാവുകയും പുറത്തെതിർക്കുകയും ചെയ്യുന്ന CPIയുടെ രീതി ശരിയല്ല എന്നാണ് CPMലെ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. എലപ്പുള്ളിയിലെ മദ്യശാല നിർമ്മാണത്തിലും CPI മന്ത്രിസഭാ യോഗത്തിലും പുറത്തുമെടുത്ത നിലപാട് രണ്ടാണ്. ഇടതുമുന്നണിയിൽ ഭിന്നതയുണ്ട് എന്ന് പ്രതിപക്ഷത്തിന് വരുത്തി തീർക്കാൻ CPI കാരണമാകുന്നുവെന്നാണ് CPMലെ വികാരം. മുന്നണിയിൽ ഭിന്നതയ്ക്ക് പുതിയ വഴിമരുന്നിട്ട് PM ശ്രീ പദ്ധതിയും CPMനെയും CPIയെയും രണ്ടു തട്ടിലാക്കി. പദ്ധതിയെ എതിർത്ത് CPI ശക്തമായി രംഗത്തെത്തുമ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകാനാണ് CPMന്റെ ശ്രമം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന സർക്കാരിന് 251 സ്കൂളുകൾക്ക് ഓരോ കോടി രൂപ വീതം കിട്ടുന്നത് വേണ്ടെന്ന് വയ്ക്കുക അത്ര എളുപ്പമല്ല. യഥാർത്ഥത്തിൽ കുരുക്കിലായത് ബിനോയ് വിശ്വമാണ്. മുന്നണിക്കുള്ളിൽ തിരുത്തൽവാദിയായി നിൽക്കുന്ന നേതാക്കളെയാണ്, അല്ലെങ്കിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിമാരെയാണ് പാർട്ടിയിലെ അണികൾ, പ്രവർത്തകർ അനുഗമിക്കുക. പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ബിനോയ് വിശ്വത്തിന് ആ പിന്തുണ അത്യാവശ്യമാണ്. എന്നാൽ CPMനെ പിണക്കാനുമാകില്ല. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.